ഹായ് എവ്രിവൺ, അസ്സാം വലൈക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു റിവ്യൂ വീഡിയോ ആണ്. റിയാദിൽ നിന്നുള്ള ഹസീനയുടെ റിവ്യൂ വീഡിയോ ആണ്. ഹസീന കുറെ സ്കൂളിൽ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മുടെ ട്രെയിനിങ് ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. CV, കവർ ലെറ്റർ, സെൽഫ് ഗ്രൂമിങ്, ഇന്റർവ്യൂ ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറെ സ്കൂളിൽ ഹസീന പോയിട്ട് അപ്ലൈ ചെയ്തു. അങ്ങനെ ഇന്ന് ഹസീനക്ക് കിട്ടിയിരിക്കുന്നത് റിയാദിലുള്ള ഒരു അമേരിക്കൻ ഇന്റർനാഷണൽ സ്കൂളിലാണ്. അപ്പൊ അഫ്സീന ഇപ്പൊ നമ്മൾ വിളിച്ചിട്ട് ആ ഒരു ഹാപ്പിനെസ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അഫ്സീന എങ്ങനെയാണ് അപ്ലൈ ചെയ്തത്, മറ്റു കാര്യങ്ങൾ അഫ്സീന നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ റെഡിയാണ്. അപ്പൊ നമുക്ക് അഫ്സീനയുടെ അടുത്ത് ചോദിക്കാം. അപ്പൊ അഫ്സീന റെഡിയാണ്, നമുക്ക് അഫ്സീനയോട് ചോദിക്കാം. അപ്പൊ അഫ്സീന പറഞ്ഞോ, യെസ് മാം. ആ എങ്ങനെയായിരുന്നു അഫ്സീനയുടെ ഇവിടെ ഒരു സൗദി അറേബ്യയിൽ വന്നിട്ട് ജോബ് നോക്കുന്ന ഒരു എക്സ്പീരിയൻസ്, കാര്യങ്ങള് നമ്മുടെ റിവ്യൂ വീഡിയോ ആണ്. അഫ്സീന പറയും, ഷെയർ ചെയ്തോളൂ. എങ്ങനെയായിരുന്നു ചാനൽ കണ്ടത്, എങ്ങനെയാണ് ജോബ് ചെയ്യാൻ തോന്നിയത്, എന്തായിരുന്നു, പിന്നെ അങ്ങനെ പോയിട്ട് ആര് ആക്സെപ്റ്റ് ചെയ്തോ ചെയ്തില്ലയോ, എന്തൊക്കെയാണ് ഫുൾ എക്സ്പീരിയൻസ് നമ്മൾ കേൾക്കട്ടെ. പറഞ്ഞോളൂ. ഓക്കെ മാം. ഞാൻ നാട്ടിൽ ആയിരുന്ന സമയത്താണ്, നാട്ടിലൊരു കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് മാമിന്റെ വീഡിയോസ് കാണുന്നത്. അങ്ങനെ ആ വീഡിയോസ് എല്ലാതും ഇരുന്ന് ഞാൻ ഓരോ ദിവസം ഓരോ വീഡിയോസ് കണ്ട് ഞാൻ ഇൻസ്പയർഡ് ആയിട്ട്, ഹസ്ബൻഡ് അന്ന് സൗദിയിൽ വർക്ക് ചെയ്യായിരുന്നു. അപ്പൊ ഞാൻ സൗദിയിൽ പോവണ്ട, നാട്ടിൽ തന്നെ സെറ്റിൽ ചെയ്യുക, PSC ഒക്കെ എഴുതിയിട്ടെന്ന് വിചാരിച്ചിരുന്ന സമയത്ത് ഈ വീഡിയോസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി, സൗദിയിൽ വന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് ട്രൈ ചെയ്തുകൂടാ. ഒരു അമേരിക്കൻ സ്കൂളിൽ, ഇന്ത്യൻ സ്കൂളിൽ പൊതുവെ സാലറി കുറവാണെന്ന് പറഞ്ഞു. പക്ഷെ മാം കുറെ എക്സ്പീരിയൻസിലൂടെ കുറെ കാണിച്ചു തന്നു, ഇങ്ങനെ അമേരിക്കൻ സ്കൂളിൽ കുറെ പേർക്ക് ജോലി കിട്ടിയത് എന്നും റിവ്യൂസും കാര്യങ്ങളും കാണുന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, എനിക്ക് ഒന്ന് ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ സൗദിയിൽ വന്നു. പക്ഷേ സൗദിയിൽ വന്ന സമയത്ത് സ്കൂളിന്റെ ഏകദേശം ഇതിന്റെ വിസന്റെ പ്രോസസ്സിംഗ് ഒക്കെ കഴിഞ്ഞ സമയത്ത് ഏകദേശം ക്ലോസിങ് ഇന്റർവ്യൂവിന്റെ ടൈം ഒക്കെ കഴിഞ്ഞിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ നോക്കിയപ്പോ ഓരോ സ്കൂളിൽ നിന്നും വേക്കൻസി ഒന്നോ രണ്ടോ ഉള്ളതിനൊക്കെ കുറെ ടീച്ചേഴ്സിനെ വിളിക്കുന്നുണ്ട്. അങ്ങനെ ഞാന് ഓരോന്നിനും അപ്ലൈ ചെയ്യാൻ തുടങ്ങി. ആ ഒരു മെയിൽ അഡ്രസ്സ് വെച്ചിട്ട് എല്ലാത്തിലും അപ്ലൈ കാണുന്ന എല്ലാത്തിലും ഇംഗ്ലീഷിന്റെ ഇതിൽ ഗ്രേഡ്, ഞാൻ കോളേജിലാണ് പഠിപ്പിച്ചത് എന്നുള്ളത് ഒന്ന് മാറ്റി വെച്ചിട്ട് ഞാൻ എല്ലാ സ്കൂളിലേക്കും ഫസ്റ്റ് ഗ്രേഡ് ആണെങ്കിലും സെക്കൻഡ് ഗ്രേഡ് ആണെങ്കിലും ഞാൻ അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ സ്കൂളിൽ നിന്ന് എന്നെ വിളിച്ചു. അങ്ങനെ ഒരു 4 സ്കൂളിൽ ഞാൻ ഇന്റർവ്യൂ കൊടുത്തു. അങ്ങനെ 4 മെയിൻ ആയിട്ട് അമേരിക്കൻ ബ്രിട്ടീഷ് സ്കൂളിലാണ് ഞാൻ ഇന്റർവ്യൂ കൊടുത്തത്. എനിക്ക് പല ഡിഫറെന്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് ഈ 4 സ്കൂളിൽ നിന്നും കിട്ടിയിരുന്നത്. ഫസ്റ്റ് ഞാൻ പോയിരുന്നത് ഒരു ആ ഞാൻ ഫസ്റ്റ് ഞാൻ ഒരു ശ്രീലങ്കൻ സ്കൂളിലാണ് പോയിരുന്നത്. അവിടെ പോകാനുള്ള റീസൺ എന്താ വെച്ച് കഴിഞ്ഞാൽ അതൊരു കാംബ്രിഡ്ജ് കരിക്കുലാണ്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് നമ്മളെ നാട്ടിലെ ഒരു കോളേജിൽ വർക്ക് ചെയ്തതുകൊണ്ട് എനിക്ക് ഈ ചെറിയ കുട്ടികളെ അത് മാത്രല്ല അവരുടെ ആ ഒരു കരിക്കുലം എനിക്ക് അറിയില്ല. അത് എനിക്കൊന്ന് മനസ്സിലാക്കണം എന്ന് വിചാരിച്ചിട്ടാണ് ശ്രീലങ്കൻ സ്കൂളിൽ ബ്രിട്ടീഷ് കരിക്കുലാണ്. ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഇന്റർവ്യൂവിന് ഞാൻ പോയത്. അങ്ങനെ ഇന്റർവ്യൂവിന് പോയപ്പോ ഞാൻ മാം പറഞ്ഞ പോലെ വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് പോയത്. പക്ഷെ ഓരോ സ്കൂളിനും അവരുടേതായിട്ടുള്ള ഒരു റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പൊതുവെ അമേരിക്കൻ സ്കൂളിൽ വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് പോലെ, പക്ഷെ അവർ എന്നോട് ഡെമോക്ക് കയറുന്നതിന് മുന്നേ പോയിട്ട് പർദ്ദ യൂസ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. പിന്നെ എനിക്ക് മനസ്സിലായി അതെന്ന് പറഞ്ഞാല് ഭയങ്കര ഇസ്ലാമിക് ആയിട്ടുള്ള റൂൾസ് ഫോളോ ചെയ്യുന്ന, ബോയ്സ് ഗേൾസ് മിക്സഡ് ആയിട്ടുള്ള സ്കൂളാണ്, അതുകൊണ്ടാണ് അവർ എന്നോട് പറഞ്ഞതെന്ന്. പക്ഷെ എനിക്ക് അവിടുന്ന് ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് എന്താ വെച്ച് കഴിഞ്ഞാല്, എന്താണ്, ബ്രിട്ടീഷ് കരിക്കുലം കുറച്ചും കൂടി എനിക്ക് തോന്നി എന്താണ് ടഫ് ആണെന്ന്. പക്ഷെ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, ഒരു അരമണിക്കൂർ തരുമോ, ഞാൻ പ്രിപ്പയർ ചെയ്തിട്ട് സർ ഞാൻ ചെയ്യാന്ന്. അപ്പോഴും ആ സാറിന് ഡൗട്ട്, എനിക്ക് കോളേജിൽ പഠിച്ച ആ ലെവലിൽ നിന്ന് എനിക്ക് താഴത്തെ ലെവലിൽ ക്ലാസ് എടുക്കാൻ പറ്റുമോ എന്നുള്ള ഡൗട്ട് ആയിരുന്നു സാറിന് ഉണ്ടായിരുന്നത്, പ്രിൻസിപ്പളിന്. പക്ഷെ ഞാൻ ഒരു മണിക്കൂർ ഞാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി എടുത്തു. ChatGPT വേഗം ഞാൻ ആ നോട്ട്സ് ഒക്കെ ഏറ്റവും സിംപ്ലിഫൈ ചെയ്തിട്ട് കുട്ടികൾക്ക് എങ്ങനെ ക്ലാസ് എടുക്കാം എന്നുള്ള രീതിയിൽ ഒരു 20 മിനിറ്റ്സിനുള്ള ക്ലാസ് ഞാൻ എടുത്തിട്ട് ഞാൻ ഡെമോ കൊടുത്തു. അവര് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ആയിരുന്നു. അപ്പൊ ഞാൻ ആ ഗ്രേഡിനനുസരിച്ചുള്ള ആ ഒരു ടോപ്പിക് എടുത്തിട്ട് അതിൽ കൂടുതൽ ChatGPT നോക്കിയിട്ട്
ഞാൻ ഒരു 20 മിനിറ്റിനുള്ളത് എടുത്തിട്ട് എനിക്ക് പറ്റൂല എന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ ആ ക്ലാസ് ആ കുട്ടികൾ എങ്ങനെയാണ് എന്നിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത്, അവരുടെ പ്രൊനൗൺസിയേഷൻ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവുന്നുണ്ടോ, അവർക്ക് എന്നെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവർ എന്നിട്ട് റെസ്പോൺസ് തരുന്നുണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു ഇന്റർവ്യൂ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് അറ്റൻഡ് ചെയ്തത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു മാം അത്. എനിക്ക് അത് ചെയ്തപ്പോൾ എനിക്ക് തോന്നി കുട്ടികൾ നന്നായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഫസ്റ്റ് ഓഫ് ഓൾ. ഐഡിയ കിട്ടിയിട്ടുണ്ടാവും അല്ലേ, എങ്ങനെയാണ് ഒരു സ്കൂളിൽ കൊടുക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ കിട്ടി ഫസ്റ്റ് ടൈം ആ ആയിട്ട്. ഐഡിയ കിട്ടി. അവര് എന്താണ് കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മളെ നാട്ടിലെ കുട്ടികളെ പോലെയല്ല, നന്നായിട്ട് ക്വസ്റ്റ്യൻസ് ഇങ്ങോട്ട് ചോദിക്കുന്നുണ്ട്. അതുപോലെ അതുപോലെ അവര് നമ്മളോട് അപ്പപ്പോ അവര് ഹാൻഡ് റൈസ് ചെയ്തിട്ട് അവര് ക്വസ്റ്റ്യൻസ് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ അങ്ങനത്തെ ഒക്കെ ഡൗട്ട് ക്ലിയർ ഞാൻ ഡു ഹാവ് എനി ഡൗട്ട് എന്ന് ചോദിച്ചപ്പോ തന്നെ ക്ലാസ് മൊത്തം റൈസ് ചെയ്തിട്ട് നമ്മളോട് ഡൗട്ട്സ് ചോദിക്കുന്നത്. ഭയങ്കര സ്മാർട്ട് ആയിട്ടുള്ള കുട്ടികളാണ്. അങ്ങനെ എത്ര മിനിറ്റ് ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡെമോ? ഡെമോ ഒരു 20 മിനിറ്റ്സ്. ഒരു ലേഡി ടീച്ചറും ഒരു ജെൻ സ്റ്റാഫും ആണ് അവര് ഡെമോ നോക്കിയിരുന്നത്. അവര് എന്താണ് മെയിൻ ആയിട്ട് കുട്ടികളായിട്ടുള്ള ഇന്ററാക്ഷൻ ആണ് അവര് ശ്രദ്ധിച്ചത്, കുട്ടികൾ നമ്മളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നുണ്ടോന്ന്. കേൾക്കുമ്പോ നമ്മുടെ വ്യൂവേഴ്സിന് ഒരു ഇതുണ്ടാകും. അപ്പൊ എങ്ങനെ ജെൻസ് വരുന്നത്, അത് കോ എഡ്യൂക്കേഷൻ ആണ്. ഇവിടെ ശ്രീലങ്കൻ അതെ സ്കൂളൊക്കെ കോ എഡ്യൂക്കേഷൻ ആണ്, അവർക്കൊന്ന് ക്ലിയർ ആക്കി കൊടുത്തതാണ്. അതുകൊണ്ടാണ് സ്റ്റാഫും ഫീമെയിൽ സ്റ്റാഫും ഒന്നിച്ച് വരുന്നത്. ഓക്കെ, ഇനി അടുത്ത എക്സ്പീരിയൻസ് എന്തായിരുന്നു? അവർ പിന്നെ വിളിച്ചു പിന്നെ അവരെന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്ന അവര് ജെൻസ് സ്റ്റാഫിനായിരുന്നു പ്രിഫർ ചെയ്യുക. കാരണം ഇന്റർവ്യൂവിന് വന്നതിൽ മെജോറിറ്റി ജെൻസ് ആയിരുന്നു. കാരണം അവർക്ക് ആ ഒരു റീസൺ കൊണ്ടാണ് തോന്നുന്നത്. പക്ഷെ അവര് ക്ലാസ് കഴിഞ്ഞപ്പോൾ ഞാൻ ജസ്റ്റ് സാറിനോട് ചോദിച്ചു, അപ്പൊ അവർ സാറ്റിസ്ഫൈഡ് ആണ്, യു ഡിഡ് യുവർ മാക്സിമം എന്നാണ് അവർ എന്നോട് പറഞ്ഞത്. പിന്നെ ഞാൻ അവിടെ സ്റ്റിക്ക് ചെയ്തില്ല. ഞാൻ വേറെ ഒരു സ്കൂള്, എന്റെ റൂമിന്റെ തൊട്ടടുത്തുള്ള ഒരു സ്കൂളിൽ, അമേരിക്കൻ സ്കൂളിൽ പോയി. അത് വെച്ചാൽ ഞാൻ ഒരു ഡ്രീം സ്കൂൾ എന്ന് പറയാം. ഞാൻ മാമിനോട് പറഞ്ഞില്ലേ, ഹാരി പോട്ടർ മൂവിയിൽ പോയ പോലെ എനിക്ക് ആ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് തോന്നിയിരുന്നത്. അല്ലെ? ഞാൻ മാം പറഞ്ഞ പോലെ തന്നെ ഡ്രസ് ചെയ്തു, വെൽ ഡ്രസ്ഡ് ആയിട്ടാണ് പോയത്. അപ്പൊ അവരെ മുഖത്തുള്ള വരുമ്പോ തന്നെ ആ റിസപ്ഷനിലുള്ള ലേഡി ഭയങ്കരമായിട്ട് നന്നായിട്ട് വെൽക്കമിങ് ആയിരുന്നു. നന്നായിട്ട് ചിരിച്ചിട്ടാണ്. അപ്പൊ തന്നെ എനിക്ക് വന്നിട്ട് ആ AC ഒന്നുകൂടി കൂട്ടി തന്നു. പിന്നെ അവരെന്നോട് എന്നെ അവിടുന്ന് തൊട്ടിട്ട് പ്രിൻസിപ്പളുടെ റൂം വരെ എന്റെ കൂടെ അവര് വന്നു. അങ്ങനെ അവർക്ക് വരേണ്ട ആവശ്യമില്ല. കാരണം പിന്നെ മറ്റു ടീച്ചേഴ്സ് ചോദിക്കുന്നുണ്ട് ഇത് ഏത് പോസ്റ്റിലേക്കാ വരുന്നതെന്ന്. അപ്പൊക്കെ എനിക്കൊരു കോൺഫിഡൻസ് കൂടി. ഓക്കെ, ഇവർക്ക് എന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഇത് തന്നു. പിന്നെ അവർ ചോദിച്ചു എന്തെങ്കിലും കുടിക്കാൻ വേണോ, ഞാൻ പറഞ്ഞു ഓക്കെ വേണ്ട. പിന്നെ ഇവര് വന്നു, പ്രിൻസിപ്പൾ വന്നു. അവര് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പൊ ഞാനും കറക്റ്റ് ആൻസർ ചെയ്തത്. അപ്പൊ അവർ പറഞ്ഞു നെക്സ്റ്റ് ഡേ ഡെമോ എടുക്കാൻ വന്നേക്കൂന്ന് പറഞ്ഞു. നെക്സ്റ്റ് ഡേ ഡെമോ എടുത്തു. അവര് ഓക്കെ ആണെന്നാ പറഞ്ഞത്. അവര് പറഞ്ഞു ഞാൻ അവിടുന്ന് ഇറങ്ങുന്ന സമയത്ത് ഞാന് ഹിജാബ് ആയിരുന്നു ഇട്ടിരുന്നത്, ബുർക്ക യൂസ് ചെയ്തിരുന്നു. പുറത്ത് ഡ്രൈവറെ കൂടെ ഞാൻ ഫുൾ മേക്കപ്പ് ചെയ്തിട്ടാ വന്നിരുന്നത്. അപ്പോ മേക്കപ്പ് മീൻസ് ഞാൻ സിമ്പിൾ മേക്കപ്പ് ആണ്, ഓവറായിട്ട് കുട്ടിയിട്ടിട്ടല്ല പോയത്, നോർമൽ. അതിനും മാം ഞാൻ കുറെ വീഡിയോസും യൂട്യൂബ് ഇതൊക്കെ കണ്ടിട്ട് ഞാൻ എങ്ങനെ ഒരു എലഗന്റ് ലുക്കിൽ എങ്ങനെ ഒരു സ്കൂളിലേക്ക് പോകാം, എങ്ങനെ ഞാൻ ഹിജാബ് യൂസ് ചെയ്തിരുന്നു. ആ സെയിം ടൈമിൽ തന്നെ നമ്മളെ നാട്ടിൽ ഹിജാബ് ഇടുന്ന പോലെയല്ല, നമ്മുടെ അറബീസ് എങ്ങനെയാണ് ഈ ഹിജാബ് യൂസ് ചെയ്യുന്നത്, കുറെ വീഡിയോസ്, സ്റ്റൈലിംഗ് വീഡിയോസ് കണ്ട്, അതുപോലെ കുറെ മിനിമൽ മേക്കപ്പ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറെ നോക്കിയിട്ടാണ് ഞാൻ അങ്ങനെ ട്രൈ ചെയ്തിട്ടാണ് പോയത്. എനിക്ക് അതിന്റെ ഒരു റിസൾട്ട് അന്ന് അവിടുന്ന് കണ്ടു ഞാൻ ആ ഒരു ഇതില്. അപ്പിയറൻസ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് അതാണ് പറയുന്നത് അല്ലെ? അതെങ്ങനെ എനിക്ക് അപ്പിയറൻസ് ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നിയത്, അത് സെയിം ആ സ്കൂളിൽ നിന്ന് ഞാൻ ഇറങ്ങി പിറ്റേ ദിവസം ഡെമോക്ക് വരാന്ന് പറഞ്ഞ് ഇറങ്ങി. അപ്പൊ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു അടുത്തുള്ള സ്കൂളിലൊക്കെ കൊണ്ടുപോയിട്ട് CV കൊടുക്കാന്ന്. അങ്ങനെ CV കൊടുക്കാൻ വേണ്ടിയിട്ട് മാമിനോട് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആ ഹിജാബും ബുർക്കയും എടുത്തിട്ട് കുറച്ച് അമേരിക്കൻ സ്കൂളിൽ പോയതാണ്. മാമിന് ഗേറ്റ് തുറന്നിട്ട് അവരെന്നെ കയറ്റിയിട്ടില്ല. എനിക്ക് അത് പറഞ്ഞാൽ അത്രയും ആ ഒരു അപ്പിയറൻസിന് അവർ ഇത്ര ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്ന് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത്. അവരോട് നമ്മൾക്ക് ഇതൊന്നും കൂടെ അവരോട് പറയാന്, നിങ്ങൾക്ക് പറയാന്, ഇപ്പൊ അഫ്ഷീന പറയുന്നത് അവർ അപ്പിയറൻസ് അത്രയും നന്നായിട്ട് വെൽ ഡ്രസ്ഡ് ഒക്കെ ആയിട്ട് പോയി ഒരു പ്രൊഫഷണൽ ലുക്കിൽ അങ്ങനെ ചെല്ലുമ്പോൾ അവര് നന്നായിട്ട് അവളെ വെൽക്കം ചെയ്തു. അവരെ വെൽക്കം ചെയ്തു, അതുപോലെ തന്നെ അങ്ങനെയാണ് സ്വീകരിച്ചതെന്ന് പറയുന്നത്. എന്നാൽ നേരെ തിരിച്ച് മറ്റുള്ളവര് അതുപോലെ ആയിരുന്നില്ല. അതാണ് ഇപ്പൊ അഫ്ഷീന പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് അഫ്ഷീന കണ്ടിന്യൂ ചെയ്തു. അപ്പൊ അവര് നമ്മളെ അവർക്ക് അവിടുന്ന് ഇറങ്ങുമ്പോ
ആ അമേരിക്കൻ സ്കൂളിലെ ടീച്ചറോട് ചോദിച്ചു, അവിടെ റിസപ്ഷനിലുള്ളവരോട് ചോദിച്ചു ഇതിന്റെ പ്രോസസ്സിങ് എങ്ങനെയാണ്, ഇതെങ്ങനെയാണ് സെലക്ഷൻ പ്രോസസ്സ് എങ്ങനെയാണെന്ന്, എത്ര ടൈം കഴിഞ്ഞിട്ട് നമ്മളെ വിളിക്കുക എന്നൊക്കെ ചോദിച്ചപ്പോൾ അവര് അതിനെ കുറിച്ച് കറക്റ്റ് അവർക്ക് അറിയില്ല എന്നാ പറഞ്ഞു. കുറച്ച് ടൈം എടുക്കുന്ന പറഞ്ഞത്. സ്റ്റിൽ ഞാൻ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഞാൻ ഒന്നിലും സ്റ്റിക്ക് ചെയ്തില്ല. വീണ്ടും ഞാൻ ഒരു സ്കൂളിൽ ഇപ്പൊ ഇന്ന് എനിക്കൊരു ഇന്റർവ്യൂ കിട്ടി. മാമിനെ ഞാൻ വിളിച്ചു പറഞ്ഞു. ലാസ്റ്റ് ഇന്റർവ്യൂ ആണെന്ന് കിട്ടിയത് അല്ലെ? ആ അതിന്റെ എക്സ്പീരിയൻസ് പറ. എങ്ങനെയാണ് ഇപ്പൊ സ്കൂൾ അവര് ഹയർ ചെയ്തല്ലോ അല്ലെ? എടുത്തല്ലോ. എടുത്തു. അവര് ഒരു എക്സ്പീരിയൻസും കൂടെ പറ. ഈ സ്കൂള് അമേരിക്കൻ സ്കൂളാണ്. ഞാൻ പ്രൈമറി ലെവലിലാണ് ഞാൻ പോയത്. എനിക്ക് മുന്നേ ഒരു സ്കൂളിൽ പോയിട്ടൊരു സ്കൂൾ അമേരിക്കൻ സ്കൂളിൽ പോയിട്ടൊരു അനുഭവം ഉണ്ടായത് വെച്ച് കഴിഞ്ഞാൽ അതെനിക്ക് വ്യൂവേഴ്സിനോട് പറയണം. എന്താ വെച്ച് കഴിഞ്ഞാല് ഞാന് മാസ്റ്റേഴ്സ് ഡിഗ്രി കഴിഞ്ഞതാണ്. അവർക്ക് ഫസ്റ്റ് ഗ്രേഡിന് കുട്ടികള് ഫസ്റ്റ് ഗ്രേഡിനാണ് അവർക്ക് ടീച്ചർ വേണ്ടിയിരുന്നത്. ഞാൻ എന്റെ കോളേജിലുള്ള എക്സ്പീരിയൻസും കാര്യങ്ങളുമാണ് ആ ടീച്ചേഴ്സിനോട് അവിടെ ഷെയർ ചെയ്തത്. പക്ഷെ അതൊരു വലിയൊരു മണ്ടത്തരായിട്ടാണ് എനിക്ക് തോന്നിയത്. അവരെ റിക്വയർമെന്റ്സിനനുസരിച്ചിട്ട് ഞാൻ ആപ്റ്റ് ആണോ എന്നാണ് അവർ ചെക്ക് ചെയ്തത്. അവര് എന്നോട് വീണ്ടും വീണ്ടും ചോദിച്ചു, ഫിഫ്ത് ഗ്രേഡിൽ പഠിപ്പിച്ചിട്ടുണ്ടോ? എനിക്ക് അങ്ങനെ എനിക്ക് പറയായിരുന്നു, എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് മേ ബി എന്നെ കയറ്റുമായിരുന്നു. ഞാൻ ഫുള്ള് ആ കോളേജിന്റെ ആ ഒരു നാട്ടിലെ കോളേജിലുള്ള അത് എന്നെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഓപ്ഷൻ ആണെന്ന് വിചാരിച്ചിട്ട് ഞാൻ അത് പറഞ്ഞു. പക്ഷെ എനിക്ക് അത് വലിയൊരു അബദ്ധമായി പോയി. നമ്മളെ റിക്വയർമെന്റ്സിനനുസരിച്ച് അതിനനുസരിച്ച് നമ്മൾ സിവിയുടെ ട്രെയിനിങ് ക്ലാസ്സിൽ പറഞ്ഞ പോലെ സിവിയിലും മാറ്റം വരുത്തണം. ഇന്റർവ്യൂവിൽ അവര് നമ്മളോട് സെൽഫ് ഇൻട്രൊഡക്ഷൻ ഒക്കെ പറയുമ്പോഴും അതിൽ ആ ഒരു ഹൈ ക്വാളിഫിക്കേഷൻ കാണിക്കേണ്ടതില്ല. അതായത് നമുക്കൊരു എൻട്രി ലെവലാണ് വേണ്ടത്. ഫസ്റ്റ് ഒരു എൻട്രി ആണ് ഒരു സ്കൂളിലേക്ക്, ഒരു ജോബ് കിട്ടണം. അപ്പൊ അത് മനസ്സിലായി അല്ലേ? അങ്ങനെ തന്നെയായിരുന്നു. ഇപ്പൊ ഞാൻ കയറിയ സ്കൂളില് ഞാനിപ്പോ ഇന്ത്യൻ സ്കൂളിൽ കിട്ടുന്ന ആ സെയിം സാലറി ഒക്കെയാണ് കിട്ടുന്നത്. പക്ഷെ ഞാൻ ഇപ്രാവശ്യം സാലറി നോക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ ഡെമോക്ക് പോയപ്പോ അവിടെ സ്മാർട്ട് ബോർഡാണ്. സ്മാർട്ട് ബോർഡ് ഞാൻ ഷെയിംഫുൾ ആണ് പറയാൻ. എനിക്ക് സ്മാർട്ട് ബോർഡ് അവിടുത്തെ യൂസ് ചെയ്യാൻ എനിക്ക് മര്യാദക്ക് അറിയില്ല. പക്ഷെ ഞാൻ ആ ടീച്ചേഴ്സ് എനിക്ക് പറഞ്ഞു തന്നു. നമ്മൾ അങ്ങനെ തന്നെ പഠിച്ച് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അതൊരു എക്സ്പീരിയൻസ് ആവും. ഇനി അവിടെ വർക്ക് ചെയ്താൽ ഒരു 6 months ആണെങ്കിലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും നമുക്കത്. അപ്പൊ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നിന്റെ ഈ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, എനിക്ക് എന്റെ മെയിൻ ആയിട്ട് ഇംഗ്ലീഷാണ് ഞാൻ എടുത്തിട്ടുള്ളത്. എന്റെ പ്രൊനൗൺസിയേഷൻ ഇംപ്രൂവ് ചെയ്യാണ്ട് എനിക്കൊരു കരിയർ ഗ്രോത്ത് വേണം. അതുകൊണ്ട് ഞാൻ ഇപ്പൊ സാലറിനെ കുറിച്ചൊന്നും നോക്കാതെ ജസ്റ്റ് ഒന്ന് അവിടെ ഒരു എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് മാം ഞാൻ കയറുകയാണ്. എനിക്ക് അവിടെ ആ ഒരു വർക്കിംഗ് അറ്റ്മോസ്ഫിയർ, ഒരു കോളേജും ഒരു സ്കൂളും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ടെന്ന് എനിക്ക് ഇത്ര കാലത്തോളം മനസ്സിലായി ഈ ഒരു ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞപ്പോ. മാത്രല്ല നാട്ടിലെ പോലെ അല്ലല്ലോ ഇവിടുത്തെ. ഓരോ സ്കൂളും പോകുമ്പോൾ ഓരോ ഡിഫറെന്റ് എക്സ്പീരിയൻസ് അല്ലേ കിട്ടിയത്? അതെ, വളരെ ഓരോ സ്കൂളിനും ഓരോ റൂൾസും കാര്യങ്ങളും അവരുടെ കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് ആണ്. അത് അപ്പൊ നമ്മള് നല്ലൊരു CV ആക്കുക, നന്നായിട്ട് നമ്മളെന്ന് മാറ്റിയെടുക്കുക. നമ്മുടെ നാട്ടിലെ സ്കൂളിലേക്ക് പോകുന്ന പോലെയല്ല. നമ്മളൊരു പ്രൊഫഷണലി ഡ്രസ് ചെയ്യുക, നമ്മുടെ അപ്പിയറൻസ്, അതുപോലെ തന്നെ ഇന്റർവ്യൂ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നി. നമ്മുടെ ട്രെയിനിങ് യൂസ്ഫുൾ ആയിരുന്നു. അതും കൂടെ ഒന്ന് ചോദിക്കട്ടെ, യെസ് മാം. ഞാൻ മാമിന്റെ എല്ലാ ട്രെയിനിങ്ങും ഞാൻ ഇവിടെ സൗദിയിൽ വന്നതിന് ശേഷം ഞാൻ 2-3 ട്രെയിനിങ് എല്ലാതും എടുത്തിട്ടുണ്ട് മാം. അതിൽ നിന്ന് എനിക്ക് ഓരോ ട്രെയിനിങ്ങും എനിക്ക് അറിയാത്ത മാം, ഈവൺ ഊതിന്റെ കാര്യം പറഞ്ഞല്ലോ, അതൊക്കെ ഒരാളും പറഞ്ഞു തരില്ല സത്യത്തില്. അവരാ സ്മെല്ല് കൊണ്ട് പോലും അവർ നമ്മളെ അളക്കുന്നുള്ള നമുക്ക് ഒരിക്കലും സ്വപ്നത്തിൽ വിചാരിക്കാൻ പറ്റില്ല. അപ്പൊ ക്ലാസ്സിലെ ആ ഒരു ഇന്റർവ്യൂ ടിപ്സും ഇന്റർവ്യൂ മാനേജ്മെന്റും അത് ഇവിടെ യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നോ? യെസ്, ഓഫ് കോഴ്സ്. എനിക്ക് നന്നായിട്ട് എനിക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ ഒരാളില്ല. ഒരാൾ ഇങ്ങനെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ആ ഇന്റർവ്യൂവിന് അത്രയും കോൺഫിഡന്റ് ആയിട്ട് പോയത്. എനിക്ക് താങ്ക് യു സോ മച്ച്. എനിക്ക് മാമിനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും മാം. താങ്ക് യു. അപ്പൊ ആദ്യത്തെ സ്റ്റാർട്ടിങ് ഒരു അമേരിക്കൻ സ്കൂളിലാണ് അല്ലെ? അതെ. കരിയർ ജേണിയില് ഫസ്റ്റ് പറയാലോ, ഇനി കരിയർ ജേണി ഒക്കെ ചെയ്യാലോ അഫ്ഷീനൊക്കെ ഫ്യൂച്ചറിൽ അല്ലെ? പറയാലോ. ഇൻഷാല്ലാ. സൗദി അറേബ്യയിൽ അഫ്ഷീന സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു അമേരിക്കൻ സ്കൂളിലാണ് അല്ലെ? യുഎസിന്റെ അടുത്ത് ഞാൻ പറയുന്നത്, ഇതുപോലെ ട്രൈ ചെയ്താൽ ഇന്ത്യൻ സ്കൂൾ അല്ല, മലയാളികൾക്ക് ബ്രിട്ടീഷ് അമേരിക്കൻ സ്കൂളിൽ കിട്ടും. അപ്പൊ മാസ്റ്റർ ഡിഗ്രി ഉള്ള അഫ്ഷീന ചെയ്തിരിക്കുന്നത്, എനിക്ക് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, അഫ്ഷീന ഇത്രയും ഹൈ ക്വാളിഫൈഡ് ആയിട്ടുള്ള അഫ്ഷീന മാസ്റ്റർ ഡിഗ്രി BEd എല്ലാം ഉണ്ട്. ഇവിടെ നമുക്ക് വർക്ക് ചെയ്യാൻ BEd വേണ്ട. അപ്പൊ അഫ്ഷീന എന്താ ചെയ്തിരിക്കുന്നത്? ഇപ്പൊ ഒരു ചെറിയ പ്രൈമറി ക്ലാസ്സിലാണ് ജോയിൻ ആയിരിക്കുന്നത്.
അഫ്സീനക്ക് അതിനൊരു പേർപ്പസ് ഉണ്ട്. അഫ്സീനക്ക് വേണ്ടത് അവിടുത്തെ ആ ഒരു എങ്ങനെയാണ് അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് കിട്ടുക, സ്മാർട്ട് ബോർഡ് എങ്ങനെ യൂസ് ചെയ്യാം, എങ്ങനെയാണ് ഇങ്ങനെ ഒരു അറ്റ്മോസ്ഫിയറിൽ കുട്ടികളെ പഠിപ്പിക്കുക, അതിനാണ് വളരെ സ്മാർട്ട് ആയിട്ട് ഒരു വൈസ് ഡിസിഷൻ ആണ് ഇനപ്പ് എടുത്തിട്ടുള്ളത്. അപ്പൊ ഇനി ഇവിടുന്ന് ഒരു 6 months എക്സ്പീരിയൻസ് ആയിട്ട് അടുത്തത് അഫ്സീനക്ക് വേണമെങ്കിൽ ബ്രിട്ടീഷ് ഓർ അമേരിക്കൻ ഒന്നുകൂടെ വലിയൊരു പൊസിഷനിലേക്ക് അപ്ലൈ ചെയ്യാം. ആ സമയത്ത് ഈ മാസ്റ്റർ ഡിഗ്രി വെച്ചിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. അപ്പൊ അതിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെറിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ വലിയ നമുക്കൊരു ഹൈ ക്വാളിഫിക്കേഷന് എംഫില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എന്താണ് അത് കാണിക്കുമ്പോൾ നമ്മൾ അവർ ഓവർ ക്വാളിഫൈഡ് ആക്കിയിട്ട് മാറ്റിയിട്ട് നമ്മുടെ അത്ര ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവർക്ക് അവർ ആ ജോബ് കൊടുക്കും. അച്ഛനൊക്കെ അങ്ങനെ എന്തോ ഒരു എക്സ്പീരിയൻസ് പറഞ്ഞില്ലായിരുന്നോ? ഞാനൊരു അമേരിക്കൻ സ്കൂളിൽ ഇപ്പോ ഇവിടെ കിട്ടുന്നതിന് മുന്നേ പോയിട്ട് അവരെന്നോട് ചോദിച്ചത് മാസ്റ്റേഴ്സ് ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞപ്പോ തന്നെ ഫസ്റ്റ് ഗ്രേഡിന് വന്ന ആ ഇന്റർവ്യൂവിന് അവര് പരസ്പരം നോക്കുന്നുണ്ടായിരുന്നു ടീച്ചേഴ്സ്, എന്തിനാണ് ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്നുള്ള ഒരു രീതിയിൽ. മാസ്റ്റേഴ്സ് ഡിഗ്രി ഒക്കെ ഉണ്ടല്ലോ, അത്രയും ഹൈലി ക്വാളിഫൈഡ് ആണ്. അപ്പൊ ഞാൻ കൂടുതലും അവരോട് പറഞ്ഞത് എന്താണ് കോളേജ് ലെവൽ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്. പക്ഷെ അവർക്ക് വേണ്ടത് ഫസ്റ്റ് ഗ്രേഡ് കുട്ടികൾക്ക് എങ്ങനെ ക്ലാസ് എടുക്കാന്നുള്ള ആ ഒരു റിക്വയർമെന്റ്സിനുള്ളവരെയാണ് അവർ സെർച്ച് ചെയ്തത്. അവരെന്നോട് പറഞ്ഞത് മെയിൽ ചെയ്തപ്പോ അവർ പറഞ്ഞത് ഓവർ ക്വാളിഫൈഡ് ആണ്, നിങ്ങൾക്ക് വേറൊരു പോസ്റ്റ് വരുമ്പോ വിളിക്കാന്നാ പറഞ്ഞത്. അതായത് നമുക്ക് വരുന്ന, കാരണം ഇതേ ഒരു കാര്യം എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഇവിടെ ഒരു അമേരിക്കൻ സ്കൂളിലേക്ക് ഞാനും എൻ്റെ ഫ്രണ്ട് ഇതുപോലെ BA കഴിഞ്ഞ ഫ്രണ്ടുമായിട്ട് പോയി. അപ്പൊ ചെറിയ ക്ലാസ്സിലേക്ക് മാത്തമാറ്റിക്സ് ടീച്ചർ വേണം, ക്ലാസ് 4ലേക്ക്. അപ്പൊ ഇവരെയാണ് പ്രിഫർ ചെയ്തത്, എന്നെ റിജക്ട് ചെയ്തു. ഇങ്ങനത്തെ ഇതേ ഒരു എക്സ്പീരിയൻസ് എനിക്കുണ്ടായിട്ടുണ്ട്. ആ ഒരു ഓവർ ക്വാളിഫിക്കേഷൻ വരും. അതുപോലെ അഫ്സീന പറയുമ്പോൾ എനിക്ക് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്, നമ്മള് നാട്ടിൽ നിന്ന് ഒരു പക്ഷേ പ്രിൻസിപ്പള്, അക്കാദമിക് ഡയറക്ടർ, ഹെഡ് ഇങ്ങനെയുള്ളൊക്കെ ഒരു ഇതിൽ വർക്ക് ചെയ്തവരുണ്ടാവും. അപ്പൊ എനിക്ക് ഇന്നുകൂടെ ഒരാൾ ഒരു പ്രിൻസിപ്പളുടെ CV തന്നിട്ടുണ്ട്, ഇതിനുള്ളൊരു വേക്കൻസി ഉണ്ടോ. നിങ്ങൾ ഗൾഫിൽ വന്നാല് അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് സ്കൂളിലേക്ക് നേരിട്ട് ഒരു ഹെഡ് ആയിട്ടുള്ള അക്കാദമിക് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പൽ പോസ്റ്റിലേക്ക് അവർ തരില്ല. കാരണം നമ്മുടെ നാട്ടിലൊരു എക്സ്പീരിയൻസ് അല്ലേ ഇത്. അപ്പൊ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത്, ഇപ്പൊ അഫ്സീന ചെയ്തിരിക്കുന്നത് എന്താണ്, അഫ്സീനക്ക് വലിയ ക്ലാസ്സിലെ ടീച്ചറായിട്ട് കിട്ടും. അഫ്സീന ഈ ഒരു കിട്ടിയ പൊസിഷന് അമേരിക്കൻ സ്കൂളാണ്, റിജക്ട് ചെയ്തില്ല. ആള് കയറിയിരിക്കുകയാണ്, കാരണം ആൾക്ക് എക്സ്പീരിയൻസും കാര്യം വേണം, എന്നിട്ട് വലിയതിലേക്ക് കിട്ടും. അതുപോലെ എനിക്ക് പ്രിൻസിപ്പളോ അക്കാദമിക് ഡയറക്ടറോ നാട്ടിൽ നല്ലൊരു പോസ്റ്റിലാവും നിങ്ങൾ ഇരുന്നിട്ടുണ്ടാവുക. പക്ഷെ അതേ കാര്യം നിങ്ങൾ ഗൾഫില് സൗദി അറേബ്യ ആകട്ടെ, ദുബായ് ആവട്ടെ, ഒമാൻ ആവട്ടെ, അവിടെ പോയിട്ട് നിങ്ങൾ അത് ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കരുത്. യെസ്, നമ്മൾ അങ്ങോട്ട് എത്തും. ആദ്യം നമ്മൾ ചെറിയ ഏതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് കയറിയിട്ട് എക്സ്പീരിയൻസ് ആക്കിയിട്ട് നമ്മൾ അതിലേക്ക് കയറി വരും. അതാണ് എല്ലായിടത്തും പറയാനുള്ളത്. അപ്പൊ ഇനി അഫ്സീനക്ക് എന്തെങ്കിലും നമ്മളോട് പറയാനുണ്ടോ ഇതില്? അപ്പൊ നമ്മളെ വീഡിയോ, യൂട്യൂബ് എല്ലാം യൂസ്ഫുൾ ആയിട്ടുണ്ട് ആണല്ലോ അഫ്സീന? യെസ് മാം, ഒരു നല്ലൊരു ഗൈഡൻസ് ആണ് എനിക്ക് കിട്ടിയത്. ഞാൻ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മുടെ ഡ്രസ്സിങ് എന്ന് പറഞ്ഞാല് നമ്മൾ മലയാളീസിന് മാം പറഞ്ഞല്ലോ, ആഫ്രിക്കൻസ് ആയാലും അവരെ ഡ്രസ്സിങ്ങിന് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. നമ്മൾ കുറെ കളർ ഉണ്ട്, കുറെ ഇതുണ്ട് എന്നല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരു പ്രൊഫഷണലിസം നമ്മൾ കീപ്പ് ചെയ്യണം. വളരെ നീറ്റ് ആയിട്ട് ചെല്ലണം. നമ്മൾ ഹിജാബ്സ് യൂസ് ചെയ്യുക, അതിനനുസരിച്ച് ആ വൃത്തിയിൽ നമ്മളത് യൂസ് ചെയ്യുക. എല്ലാത്തിനും ഒരു പ്രൊഫഷണലിസം ഇവർ കാണിക്കുന്നുണ്ട്, എന്തിനും. അപ്പൊ നമ്മൾ അത് ഫോളോ ചെയ്യുക. അവരെ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ പോകുമ്പോൾ അത് ഫോളോ ചെയ്യണം. അത് മാം മുന്നേ പറഞ്ഞതുകൊണ്ട് നമ്മൾ അത് ഫോളോ ചെയ്തു പോയി, അല്ലെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അവർ റിജക്ട് ചെയ്യുമായിരുന്നു. അപ്പൊ ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഇനി നല്ലൊരു തുടക്കാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ ഇതുപോലെ തന്നെ ഇനി അഫ്സീനക്ക് വലിയ ജോബ് വലിയ സ്കൂളിൽ കിട്ടിയിട്ട് ഇതുപോലെ നമുക്ക് റിവ്യൂ ചെയ്യാം. പിന്നെ ഞാൻ വ്യൂവേഴ്സിന്റെ അടുത്ത് ഒരു കാര്യം കൂടെ പറയാണ്, അഫ്സീന വീഡിയോയിൽ ഇരിക്കുകയാണ്. കാരണം ഫസ്റ്റ് ജോബ് അല്ലേ, ഫസ്റ്റ് എല്ലാവർക്കും ഇതുപോലെ വീഡിയോയിൽ വരാനൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഇനി അഫ്സീനക്ക് ഇതിലും വലിയ ജോബ്, ഇതിപ്പോ നല്ലൊരു തുടക്കമാണ് അഫ്സീന തുടങ്ങിയിരിക്കുന്നത് അമേരിക്കൻ സ്കൂളിലേക്ക്. അപ്പൊ ഇനി അടുത്തതും അഫ്സീനക്ക് ഒരു 1 year കഴിഞ്ഞാൽ വേറെ റിവ്യൂ വരും, ഉറപ്പുണ്ട് അല്ലെ? അപ്പോ എനിക്ക് നിങ്ങളടുത്ത് പറയാൻ, ഇതുപോലെ നിങ്ങൾ ഈ കാര്യം കേട്ടിട്ട് എന്താണോ അഫ്സീന ചെയ്തത് ഇതുപോലെ തന്നെ നിങ്ങളും ട്രൈ ചെയ്യുക. നമ്മൾ ഒരു സ്റ്റെപ്പ് എപ്പോഴും മുന്നോട്ട് വെച്ചിട്ട് തുടങ്ങും. അപ്പൊ ഇതുപോലെ ഇപ്പൊ അഫ്സീന 2, 3, 4 ഒക്കെ സ്കൂളിൽ പോയി, ആൾക്ക് ഫൈനലൈസ് ചെയ്തത് ഒരു അമേരിക്കൻ സ്കൂളിലാണ്. അപ്പൊ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ. താങ്ക് യു സോ മച്ച് മാം. ഓക്കെ, താങ്ക് യു.